അങ്ങനെ ഗൈസ് ഉമ്മച്ചിമ്മയെ കാണാൻ വേണ്ടി പോകുന്നതാണ്. പാർട്ട് 2 ആണ്. അങ്ങനെ ഉമ്മച്ചിമ്മ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞാനും അലീഷ നമ്മുടെ മാമിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പൂച്ചക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ മാമി കുറച്ച് മൽബറിയൊക്കെ പറിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്ന് അവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അലീഷയും കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ അടുക്കളയിലോട്ട് എത്തിയേക്കപ്പം രണ്ടാമത്തെ ആൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രഹാന ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ അവളുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ പണ്ട് തൊട്ടേ എടുക്കും. അങ്ങനെ അതും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3 മുട്ടയാണ് പൊട്ടിച്ച് വീഴ്ത്തിയത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുകയാണ്. നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുകഴ്ത്തിയല്ല, ഉള്ളത് പറഞ്ഞതാണ്. സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ അടുത്ത ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനും പൊരിച്ചെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് എണ്ണ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സവാള ഇട്ട് വരട്ടാൻ പോവുകയാണ്. സവാള വരട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേറൊരു ബൗളിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ അത് കണക്കിന് ഒറിഗാനോ, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കൂടെ ആഡ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ സവാള റെഡിയായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നീളത്തിന് അരിയുന്നൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ക്യാരറ്റും ക്യാപ്സിക്കവും അങ്ങനെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിയപ്പോൾ പൂച്ചക്കുട്ടന്മാരവിടെ തകൃതിയായിട്ട് കളിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വാടിയതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പിയോടെ നിങ്ങൾ പറയുക. അതും ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ ചിക്ക് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയും ചിക്കനും എല്ലാം കൂടെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് സിമ്പിളാണ്, നേരത്തെ വേവിച്ചെടുത്തിട്ട്